ഹലോ, അസ്സലാമു അലൈക്കും. സുഖമല്ല എല്ലാവർക്കും. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ഞാൻ നാട്ടിൽ വന്നിട്ട് ബിരിയാണി വെച്ചിട്ടേ ഇല്ല കേട്ടോ. ബിരിയാണി വെക്കണം എന്നൊരാഗ്രഹം തോന്നി ഇന്നിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്, തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്, പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇവിടെ മസാല വെക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ബിരിയാണി ഒന്നും വെക്കാൻ പിന്നെ അത്ര വലിയ പണിയൊന്നുമില്ല കേട്ടോ. പാത്രം അടുപ്പത്ത് വെച്ച് പണ്ടെല്ലാം ബിരിയാണി ഉണ്ടാക്കാൻ എന്തൊരു അതാവാന്നല്ലേ. ചില സമയം പെരുന്നാളിന് അല്ലെങ്കിൽ കല്യാണത്തിന് മാത്രമേ ബിരിയാണി കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഗസ്റ്റെല്ലാം വരണം എപ്പോഴെങ്കിലും കൂടി ഒരു ബിരിയാണി ഉണ്ടാക്കാൻ. അതൊക്കെ പോട്ടെ. ഇപ്പം എന്തായാലും ഞാൻ കുറച്ച് ഓയിലും പശു നെയ്യെല്ലാം ആക്കിയിട്ട് ചൂടാൻ ശേഷം 2 ഉള്ളി മുറിച്ചത്, 2-3 വലിയ ഉള്ളി മുറിച്ചത് ഇട്ട് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരടുപ്പിൽ ഞാൻ എന്ത് ചെയ്ത് നന്നായി മസാല തേച്ച് വെച്ച ചിക്കന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി വെക്കാനല്ല കേട്ടോ, ചിക്കൻ ബിരിയാണിക്ക് ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാനാണ്. ഉള്ളി നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാക്കി അതിലിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടാകുമ്പോൾ വീണ്ടും അടച്ച് വെച്ചിട്ടൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവണേ. അതിൻ്റെ പച്ചമണമെല്ലാം മാറണം. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ 2 വലിയ തക്കാളി എടുക്കണേ. ഇനി ഈ തക്കാളിയെല്ലാം ഇട്ട് വെന്തതിന് ശേഷം ചിക്കനും ഇട്ട് കുറച്ച് ഉപ്പുപൊടി ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് ഗരം മസാലപ്പൊടി മല്ലിയിലയെല്ലാം ഇട്ടിട്ട് വീണ്ടും അടച്ച് വെക്കാം കേട്ടോ. അതിന് ചിക്കൻ വേവിച്ചെടുക്കാം. ഞാനൊരു കൈയിൽ ക്യാമറ പിടിച്ചിട്ടാണ്, ഫോൺ പിടിച്ചിട്ടാണ് ഒരു കൈയോടെ ഇതിങ്ങനെ ഇളക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ സ്ലോലി ആയത്. നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടാകുമ്പോൾ അടച്ച് വെച്ച് വേവിക്കണേ. നമുക്ക് ചിക്കൻ ബിരിയാണി പെട്ടെന്ന് വിചാരിക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ്. പിന്നെ ഇപ്പുറത്തുനിന്ന് ചിക്കൻ ഫ്രൈ നന്നായിട്ട് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്നത്തെയും പോലെ ഞാൻ കുക്കറിലാണ് നെയ്ച്ചോറ് വെക്കുന്നത്. കുക്കറിൽ നെയ്ച്ചോറ് വെച്ചാൽ എളുപ്പത്തിലാവുമെന്ന് മാത്രമല്ല, എനിക്കെന്തോ അത് വെച്ച് ശീലിച്ചിട്ട് മറ്റേ പാത്രത്തിൽ വെക്കുന്നതിനേക്കാളും മറ്റേ പാത്രത്തിൽ വെക്കുമ്പോൾ കുറച്ച് വേവെല്ലാം കുറയുന്നതല്ല ആവില്ല എന്നല്ല, എന്നാലും ഇതാണ് ഇപ്പം എനിക്ക് ഈസി. ഞാൻ സാധാരണ അഷ്റഫ് അരി വാങ്ങിയിട്ടാണ് വെക്കലുണ്ടായിന്. ഇതിപ്പോൾ ഒരു നന്മ റോസ് അരി വാങ്ങി വെച്ച് വെക്കുമ്പോൾ കുക്കറിൽ അത് 2-3 വിസിലുണ്ടായാലേ 2 വിസിലെങ്കിലും അടിച്ചാൽ നല്ലൊരു വേവാകുന്നുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റ് അരിയാണ് കേട്ടോ. ബിരിയാണിക്ക് നല്ല അരി. പക്ഷെ ഒറ്റ വിസിലെടുത്താൽ ആ വേവ് കറക്റ്റ് ആവുന്നില്ല. 2 വിസിലിന് എടുക്കണം. അങ്ങനെ ഏതായാലും ഞാൻ അതിൻ്റെ പട്ട ഗ്രാമ്പു എല്ലാം ഇട്ട് നെയ്യെല്ലാം ഒഴിച്ചിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുത്ത് അടിപൊളി റൈസാക്കി പിന്നെ ദമ്മാക്കി കേട്ടോ. ആദ്യം മസാല ഇട്ട് ആ മസാല ആക്കിയ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ. മസാല വേറൊരു പാത്രത്തിൽ കോരി വെച്ചിട്ട് അതിലേക്ക് തന്നെ ദമ്മാക്കി. പിന്നെ ഇടയിൽ വേണമെങ്കിൽ ഗരം മസാല പൗഡറില്ലേ, അത് ഇടയ്ക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഇടാം. ഞാൻ മസാലയിൽ കുറച്ച് നല്ലോണം ഇട്ടത് കൊണ്ട് ഈ ദമ്മാക്കുന്ന ഒരു ലെയറിലിങ്ങനെ ഇട്ടെടുത്തിട്ടില്ല. എന്തായാലും അടിപൊളി ടേസ്റ്റ്, സൂപ്പർ ബിരിയാണിയാണ്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്ക്, അഭിപ്രായം അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് കൂടണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.